നമസ്കാരം. കൊട്ടിയത്തിന് സമീപം ദേശീയപാത നിർമ്മാണത്തിന്റെ തകർച്ച കണ്ടോ? കേരളത്തിൽ മാറ്റം മാറ്റം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുടെ അഴിമതി എന്താണെന്ന് നിങ്ങൾ ഈ ദൃശ്യത്തിലേക്ക് നോക്കിയേ. തലനാരിഴയ്ക്കാണ് സ്കൂൾ ബസ്സിലെ 30 കുട്ടികൾ രക്ഷപ്പെട്ടത്. ഇവരാണ് രാജ്യത്താകമാനം വികസനം വികസനം എന്ന് പറയുന്നത്. കണ്ണിന്റെ മുന്നിൽ അവർ കോൺട്രാക്ട് കൊടുത്ത കരാർ കമ്പനികളെല്ലാം എത്രമാത്രം ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉഡായിപ്പ് കാണിക്കുന്നുണ്ട്, തട്ടിപ്പ് കാണിക്കുന്നുണ്ട്, അവരിൽ നിന്ന് യഥേഷ്ടം ഈ കമ്മീഷൻ വാങ്ങിക്കുന്നത് പോലെ കുത്തിരി പിടിച്ച് പണം മേടിച്ചുകൊണ്ട് BJP നേതാക്കന്മാർ പോകുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം ഈ അവസ്ഥയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരിടത്താണ് ഇത് സംഭവിച്ചത്. ഈ അടുത്ത കാലത്ത് കോഴിക്കോട് നിങ്ങൾ കണ്ടു, കാസർഗോഡ് കണ്ടു, പലയിടങ്ങളിലും ഇതുപോലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള പരിശോധനകളും നടത്താതെ അവരുടെ തോന്നിവാസം പോലെ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ അങ്ങ് നടത്തുകയാണ്. പപ്പടം പൊടിയുന്ന ഒരു അവസ്ഥയാണ് റോഡിനൊക്കെ. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിലൊക്കെ ചെയ്യുമ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ല. കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം ഇത്തരം കാര്യങ്ങളെല്ലാം വലിയ വാർത്തയാകും. ഇപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഏതെങ്കിലും സംഘികൾ വച്ച നാവെടുത്തിട്ടുണ്ടോ? ഒരു ചർച്ചയാക്കേണ്ട വിഷയമാണ്. ജനങ്ങളുടെ ജീവൽ പ്രശ്നമാണ്. ആ ജീവൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ജസ്റ്റ് ഒരു വാർത്ത കൊടുത്ത് കടന്നു പോകുമ്പോൾ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകളെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇവർക്ക് ഉത്തരവാദിത്വമില്ലേ? ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ദേശീയപാത. ആ ദേശീയപാതയിലാണ് കൂടെ ഇപ്പോൾ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ്. കുറച്ച് ദിവസമായി മഴയില്ല. അപ്പോൾ അതിന്റെ വെള്ളക്കെട്ട് നിലനിൽക്കുമ്പോൾ ദേശീയപാത നിർമ്മാണത്തിൽ തന്നെ കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ എഞ്ചിനീയർമാരെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ സ്റ്റേറ്റിന്റെ തലയിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ നോക്കും. ഇത് കൊണ്ടുവന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ്. ഇച്ഛാശക്തിയോടെ കൊണ്ടുവന്നതിന് ശേഷം അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവർക്ക് നേരത്തെ ഇലക്ട്രൽ ബോണ്ട് കൊടുത്ത കുറെ കമ്പനികൾക്ക് കൊടുത്തു. കാര്യം BJPക്ക് സംഘപരിവാറിന് തിന്നാൻ കൊടുത്ത പൈസ തിരിച്ചുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വേറെന്ത് വഴിയാണുള്ളത്? നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വെട്ടിപ്പ് കാണിക്കുക. അത് കാണിച്ച് ഈ രാജ്യത്തിന്റെ നികുതി പണം നിങ്ങൾ കൊള്ളയടിച്ചു കൊണ്ടുപോയിക്കോളൂ എന്നുള്ള നിലയ്ക്കാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ വരുത്തിയിരിക്കുന്ന മാറ്റമെന്ന് മനസ്സിലാക്കുക. കേരളത്തിൽ സംഘപരിവാറുകാരുടെ വേറുറപ്പിക്കരുതെന്ന് പറയുന്ന കാര്യം ഇതൊക്കെയാണ്. ഈ അടുത്ത ദിവസമാണ് ആലപ്പുഴയിൽ ഗഡർ എടുത്ത് വെക്കുകയാണ്, ഒരു സുരക്ഷിതവും ഇല്ലാതെ എടുത്തു വെച്ചു. ഒരു പിക്കപ്പ് വാനിന്റെ പുറത്ത് വീണു, ഒരു ഡ്രൈവർ മരിച്ചു. നിങ്ങൾ ആ വാർത്ത കണ്ടതാണ്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണ്? ദേശീയപാത അതോറിറ്റിയാണ്. സംസ്ഥാന സർക്കാരിന് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലോ ഇതിന്റെ ഫണ്ടിങ്ങിലോ യാതൊരു കാര്യവുമില്ല. ഇത് കേരളത്തിൽ എന്നിട്ട് പറയും സംസ്ഥാന സർക്കാരിന്റെ പ്രശ്നമാണ്. ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അത് പണമെല്ലാം ഇങ്ങ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ സർക്കാർ അത് കൃത്യമായി ചെയ്യുന്നില്ല, അവരെ വീടുകളിലേക്കൊക്കെ കൊണ്ടുപോയി എന്നാണ് വീടാന്തരം നടന്ന് പരദൂഷണം പറയുന്നത്. കഴിവുകൾ എന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ദേശീയപാത നിർമ്മാണം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഈ നാട്ടിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം, ഈ അടുത്ത കാലത്ത് ഹൈക്കോടതി തന്നെ ഇടപെട്ട് ടോള് തടഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ടോള് തടഞ്ഞത്? അത് പാലിയേക്കര ടോൾ പാളസയുമായി ബന്ധപ്പെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അപാകതയാണ്. അതേപോലെയാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ. കോടികൾ ചെലവഴിക്കുന്നുണ്ട്. ഇവരെന്നും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന പൈസയല്ല. ഇതെല്ലാം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണമാണ്. ഒരിടത്ത് കോടികൾ ചെലവഴിച്ച് കെട്ടുന്നു, ഇടിഞ്ഞു വീഴുന്നു. ആരെ പണം പോയി? ഈ നാട്ടിലെ ജനങ്ങളുടെ പണം പോയി. അല്ലാതെ ഇവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ BJPയുടെ നേതാക്കന്മാരുടെ വീട്ടിൽ നിന്നുള്ള പൈസയല്ല ഈ പൊടിച്ചു കളയുന്നത്. അപ്പോൾ ഇത്തരം അഴിമതി നടത്തിയിട്ടും അതിൽ നേരത്തെ വീഴ്ച വരുത്തിയ കമ്പനിക്കെതിരെ എന്ത് നടപടിയെടുത്തു? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയേ. ഒരു ചുക്കും എടുത്തിട്ടില്ല. ഇന്നിപ്പോ ആ കുടുംബക്കാരുടെ ഭാഗ്യം കൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ല. 30 കുട്ടികളാണ് ഒരു സ്കൂൾ ബസ്സിൽ ഉണ്ടായിരുന്നത്. എന്തെങ്കിലും കാരണം വെച്ചാൽ അതങ്ങ് മറിഞ്ഞു പോയിരുന്നെങ്കിൽ ഇത് ആർക്കായിരുന്നു ആ നഷ്ടം വരുന്നത്? ആ അച്ഛനും അമ്മയ്ക്കും നഷ്ടം വരുമായിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുടെ ആരെങ്കിലും ചോദ്യം ചോദിക്കൂ? BJPക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അത്തരം ഒരു പ്രിവിലേജ് കേരളത്തിലെ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ അഴിമതി ഇതാ കണ്ടോ. ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം കൂടെ ഇടിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവന്മാർക്ക് കഴിവുകേടാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ കൂടി കഴിവുകേടാണെന്നത് പറയണ്ടേ? പക്ഷെ അക്കാര്യത്തിൽ അവരുടെ കഴിവുകേടുകളെ കുറിച്ച് മിണ്ടാത്ത കേരളത്തിലെ മാധ്യമങ്ങളുടെ ജാഗ്രത കൂടി നിങ്ങൾ കാണേണ്ടതുണ്ട്. എന്തായാലും ഈ കരാർ കമ്പനികളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ BJP നേതാക്കന്മാരുടെ വീടുകളിലേക്ക് പോവുകയാണ്. എല്ലാ കരാറുകാരിൽ നിന്നും കൃത്യമായിട്ട് പോയി മാസപ്പടി വാങ്ങി വീട്ടിൽ കൊണ്ട് വെച്ചതിന് ശേഷം ആ മാസപ്പടി വാങ്ങുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഇതിൽ ഏതിലെ കൃത്രിമത്വം കാണിക്കാൻ പറ്റുള്ളൂ? നിർമ്മാണ പ്രവർത്തനങ്ങളിലെ കൃത്രിമത്വം കാണിക്കാൻ പറ്റുള്ളൂ. കേരളത്തിലെ BJP നേതാക്കന്മാർക്ക് പണമെന്ന് പറഞ്ഞാൽ മറിഞ്ഞങ്ങ് വീഴും. ഫണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടി സ്വന്തം പാർട്ടിയിലുള്ളവർ തന്നെ നടത്തുന്ന സൊസൈറ്റിയെ കൊള്ളയടിക്കുന്ന വാർത്തകൾ നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടതാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ഞങ്ങളുടെ നരേന്ദ്രമോദിജി വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന പണം എന്നുള്ള നിലയ്ക്കാണ് ഇവർ അവതരിപ്പിക്കുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണം അത് കേരളത്തിലെ മനുഷ്യർ അധ്വാനിക്കുന്നതിന്റെ ഒരു വിഹിതം കൊടുത്തതാണ് ഈ നാടിന്റെ നിർമ്മാണ പ്രവർത്തനത്തിനായി തിരിച്ചു കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന പണം എങ്ങനെയാണ് ധൂർത്തടിച്ച് കളയുന്നതെന്നും എങ്ങനെയാണ് അഴിമതിയിലൂടെയും കെടുകാര്യസ്ഥയിലൂടെയും തകർത്തെറിയുന്നു എന്നതിന്റെ കാഴ്ചയാണ് ദേശീയപാതയിൽ കാണുന്നത്. ഇത്തരം സംഭവവികാസങ്ങൾ ഒരിടത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ നിർമ്മാണത്തിന്
ജനങ്ങൾക്കിടയിൽ സംഭവിക്കുന്നു എന്ന് പറയാം. ഇത് ഇടയ്ക്കിടയ്ക്ക് പലയിടങ്ങളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ പണി നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ കാര്യക്ഷമതയില്ലായ്മ അല്ലെങ്കിൽ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ ദിശാബോധമോ കാഴ്ചപ്പാടോ ഒന്നും ഇല്ലാത്തതിന്റെ ഒരു ഗതികേടാണ് ഈ നാടിൽ കാണുന്നത്. എങ്ങനെ സുരക്ഷിതമായി അല്ലെങ്കിൽ ധൈര്യത്തോടുകൂടി ഇവർ നിർമ്മാണം പൂർത്തീകരിച്ച് വെച്ചിരിക്കുന്ന ഈ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യാൻ കഴിയും? ആൾക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇതിലെ യാത്ര ചെയ്യുന്നത് തന്നെ വലിയ ആശങ്കയാണ്. എവിടെ എപ്പോ ഇടിഞ്ഞു വീഴുമെന്നതിനെ സംബന്ധിച്ച് വല്ലാത്ത ഒരു ഭയം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. പലയിടങ്ങളിലും അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ ഇടിഞ്ഞു വീഴില്ല എന്ന് എന്തുറപ്പാണുള്ളത്? സോയിൽ ടെസ്റ്റ് ഒന്നും നടത്താതെ ഓരോ പ്രദേശത്തെ മണ്ണിന്റെയും അവിടുത്തെ ഭൂമിയുടെയൊക്കെ അത് ചതുപ്പാണെങ്കിൽ കോൺക്രീറ്റ് നിർത്തണമെന്ന് പോലും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ആഴത്തിൽ പൈലിംഗ് നടത്തണമെന്ന് പോലും ചിന്തിക്കാതെ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിപ്പോകുമ്പോൾ ദേശീയപാത അതോറിറ്റി എന്ന കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു വെള്ളാനയാണ് നമ്മൾ കാണേണ്ടത്. അഴിമതിയുടെ കൂത്തരങ്ങ്, യഥേഷ്ടം സംഘപരിവാറിന് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ദേശീയപാത അതോറിറ്റി നടത്തുന്ന ഈ പ്രവർത്തനങ്ങളിൽ ഹൈക്കോടതികൾ ഇടപെടേണ്ടതുണ്ട്. കാര്യം സംസ്ഥാന സർക്കാരുകൾക്ക് ആ വിഷയത്തിൽ ഇടപെടുന്നതിന്റെ പരിധി അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തോന്നിവാസങ്ങൾ അരങ്ങേറുകയാണ്. അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒന്നും സ്റ്റേറ്റിന് ഇടപെടാനോ നിർദ്ദേശം കൊടുക്കാനോ യാതൊരു അവകാശവുമില്ല. അവർ വരുന്നു, അവരുടേതായ പ്ലാനിനനുസരിച്ച് ചെയ്തു പോകുന്നു. ഇതിലൊക്കെ കോടതി നേരിട്ട് ഇടപെട്ട് ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുന്ന കേന്ദ്ര സർക്കാരിനും ദേശീയപാത അതോറിറ്റിക്കെതിരെ കർശനമായി നടപടിയെടുക്കേണ്ടതുണ്ട്. കാര്യം ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ അപകടങ്ങൾ തലനാരിഴയ്ക്കാണ് മനുഷ്യന്റെ ജീവഹാനി ഉണ്ടാകാതെ പോകുന്നത്. വരുന്ന ആളുകളിൽ ഇത് ഉണ്ടാകില്ല എന്ന് എന്തുറപ്പാണുള്ളത്? ജഡ്ജിമാർ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന വഴിയാണ്. അവരുടെ ജീവന് കൂടി ഭയമുണ്ടാക്കുന്ന ഈ ഒരു അവസ്ഥ അത് ദേശീയ തലത്തിൽ തന്നെ ഭരിക്കുന്നവരുടെ കഴിവുകേട് എന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ കൂടെ ഈ നാട്ടിൽ കേന്ദ്ര സർക്കാർ എന്ന പേരിൽ കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഈ പദ്ധതി പല തവണകളായി ഒരു മഴ പെയ്താൽ ഇടിഞ്ഞു താഴുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടകരമായ അവസ്ഥയാണ്, ജനങ്ങൾക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ്. വരുംകാലങ്ങളിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ പലയിടങ്ങളിലും ഇത് ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള പൊതുജന സംസാരമുണ്ട്. ഇതിനോടൊപ്പം തന്നെ സർവീസ് റോഡുകളിൽ ഇവരിട്ടിരിക്കുന്ന പല സ്ലാബുകളുണ്ട്. പലപ്പോഴും വാഹനം കയറുമ്പോൾ തവിട് പൊടിയാകുന്ന ഒരു അവസ്ഥയാണ്. ഇത് എന്ത് തരം ക്വാളിറ്റിയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എന്ത് തരം സുരക്ഷിതത്വമാണ് ഇതിലുള്ളത്? അതിനെ സംബന്ധിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തി ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച് ഈ നാടിന്റെ ജനങ്ങൾക്ക് അത് സഞ്ചാരയോഗ്യമാകുമ്പോൾ സുരക്ഷിതമായി യാത്ര ചെയ്യേണ്ട അവസരം കോടതിയുടെ നേതൃത്വത്തിൽ ഉണ്ടാകണമെന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.